വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ എടുക്കുന്നത് ബികോം BBA സബ്ജക്റ്റായ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന സബ്ജക്റ്റിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. റിപ്പീറ്റ് ആയിട്ട് വീണ്ടും ചോദിക്കാവുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. 2 മാർക്കിന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി പറയുന്നത്. വാട്ട് ഡു യു മീൻ ബൈ പ്രോമിസ്? പ്രോമിസ് എന്നാൽ എന്താണ്? വാട്ട് ഡസ് എൻ അഗ്രിമെൻറ്റ് വിൽ ബിക്കം എ കോൺട്രാക്ട്? ഒരു അഗ്രിമെൻറ്റ് എങ്ങനെയാണ് ഒരു കോൺട്രാക്റ്റായി മാറുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹു ഈസ് എൻ ഇൻഡെംനിറ്റി ഹോൾഡർ? ഇൻഡെംനിറ്റി ഹോൾഡർ എന്നാൽ ആരാണ്? വാട്ട് ആർ ദി റൈറ്റ്സ് ഓഫ് എൻ അൺപെയ്ഡ് സെല്ലർ? അൺപെയ്ഡ് സെല്ലറുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദി മേജർ ടൈപ്സ് ഓഫ് ഏജൻറ്റ്സ്? ഡിഫറെൻറ്റ് ടൈപ്പ് ഏജൻറ്റ്സ് ഏതൊക്കെയാണ്? ഡിഫൈൻ ദ ടേം ബെയിൽമെൻറ്റ് വിത്ത് എൻ എക്സാമ്പിൾ. ബെയിൽമെൻറ്റ് എന്ന ടേം ഡിഫൈൻ ചെയ്തിട്ട് അതിന് കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഈസ് മീൻ ബൈ വോയിഡബിൾ എഗ്രിമെൻറ്റ്? എന്താണ് വോയിഡബിൾ എഗ്രിമെൻറ്റ്? വാട്ട് ഈസ് മീൻ ബൈ വാറണ്ടി? എന്താണ് വാറണ്ടി? വാട്ട് യു മീൻ ബൈ കൺസ്യൂമർ കോർട്ട്? കൺസ്യൂമർ കോർട്ട് എന്നാൽ എന്താണ്? മേക്ക് എ നോട്ട് ഓൺ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിനെ കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഈസ് എ കൗണ്ടർ ഓഫർ? എന്താണ് കൗണ്ടർ ഓഫർ? വാട്ട് ഈസ് ലൈൻ? ഡിഫൈൻ പെനാൽറ്റി. എക്സ്പ്ലെയിൻ റെസിഷൻ. ഹു ഈസ് എ മേജർ? വാട്ട് ഈസ് മീൻ ബൈ ഡ്യൂറസ്? ഡ്യൂറസ് എന്നാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ്? സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് എന്നാൽ എന്താണ്? ഇതൊക്കെയാണ് 2 മാർക്കിന് ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് 4 മാർക്കിന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ COVID-19 സിറ്റുവേഷനായ കാരണം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ സീലിംഗ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 4 മാർക്കല്ല, അതിന് സീലിംഗ് ആണുള്ളത്. അപ്പോൾ COVID-19 കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും 4 മാർക്ക് തന്നെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഹെഡിങ്ങിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ ദ യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ആൻഡ് ബൈലാറ്ററൽ മിസ്റ്റേക്ക്. യൂണിലാറ്ററൽ മിസ്റ്റേക്കും ബൈലാറ്ററൽ മിസ്റ്റേക്കും എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ വാഗറിംഗ് എഗ്രിമെൻറ്റ് ആൻഡ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ്. വാഗറിംഗ് എഗ്രിമെൻറ്റും കോണ്ടിജൻറ്റ് കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ്. ഡിഫറെൻറ്റ് ടൈപ്പ് കോൺട്രാക്റ്റ് ഏതൊക്കെയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. വാട്ട് ആർ ദി റൈറ്റ്സ് ഓഫ് കൺസ്യൂമർ? കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾ ഏതൊക്കെയാണ്? ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് ഹയർ പർച്ചേസ്. സെയിലും ഹയർ പർച്ചേസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. എക്സ്പ്ലെയിൻ ദ വേരിയസ് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ഓഫർ. ഒരു വാലിഡ് ഓഫറിൻ്റെ വേരിയസ് എസെൻഷ്യൽസ് ഏതൊക്കെയാണ്? ഡിസ്കസ് ദ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ഇൻ ഡീറ്റെയിൽ. കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ്സ് ബട്ട് ഓൾ എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്സ്. ഡിസ്കസ്. എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെൻ്റ് ആണ്, പക്ഷേ എല്ലാ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റുകളല്ല. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ഡൗൺ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്ലഡ്ജ് ആൻഡ് മോർട്ടേജ്. പ്ലഡ്ജും മോർട്ടേജും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? വാട്ട് ഈസ് മീൻ ബൈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ? ഡിസ്കസ് ദ വേരിയസ് ടൈപ്പ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ്. എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ആർ ദി മേജർ വേസ് ടു ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ്? എക്സ്പ്ലെയിൻ. ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാനുള്ള മേജർ വേസ് എന്തൊക്കെയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹു ഈസ് മൈനർ? വാട്ട് ആർ ദി പൊസിഷൻസ് ഓഫ് മൈനേഴ്സ് അഗ്രിമെൻറ്റ്? ആരാണ് മൈനർ? എന്താണ് മൈനേഴ്സിൻ്റെ പൊസിഷൻസ്? ഒരു അഗ്രിമെൻറ്റിൽ എന്താണ് മൈനേഴ്സിൻ്റെ പൊസിഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് 4 മാർക്കിന് ഏറ്റവും കൂടുതൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് ലോങ് എസ്സേ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ഇവിടെ വാട്ട് ആർ ദി എസെൻഷ്യൽ ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്? ഡിസ്കസ് വേരിയസ് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് ഇൻ ഡീറ്റെയിൽ. വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്? ഡിഫറെൻറ്റ് ടൈപ്പ് കോൺട്രാക്റ്റ് എന്തൊക്കെയാണ്? ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ആർ ദി മേജർ എസെൻഷ്യൽസ് ഫോർ എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ? ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിൽസിൻ്റെ മേജർ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്? ഡിഫറൻഷിയേറ്റ് ദ സെയിൽസ് വിത്ത് എഗ്രിമെൻറ്റ് ടു സെയിൽ. ഹു ഈസ് എ ട്രേഡർ? ആരാണ് ട്രേഡർ? വാട്ട് ആർ ദി മേജർ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്? എലാബറേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇൻ ദിസ് റിഗാർഡ്. ഈ ഒരു ട്രേഡിംഗ് സിസ്റ്റത്തിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിഫൈൻ കോൺട്രാക്റ്റ് ആൻഡ് ഇറ്റ്സ് നേച്ചർ. എന്താണ് കോൺട്രാക്റ്റ്? അതിൻ്റെ നേച്ചർ എന്താണ്? എക്സ്പ്ലെയിൻ ദ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ബെയിലിയർ ആൻഡ് ബെയിലി. ഒരു ബെയിലിയറിൻ്റെയും ബെയിലിയുടെയും അവകാശങ്ങളും ഡ്യൂട്ടീസും എന്തൊക്കെയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഹു ആർ ദി പേഴ്സൺസ് ഇൻകോമ്പിറ്റൻറ്റ് ടു മേക്ക് എ കോൺട്രാക്റ്റ്. ഇതൊക്കെയാണ് ലോങ് എസ്സേ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. പാർട്ട് 1 1 വേർഡ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറഞ്ഞിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കൺസിഡറേഷൻ ഈസ് എ ഡാഷ് റിട്ടേൺ. എഗ്രിമെൻറ്റ് ടു സെൽ ഈസ് എ ഡാഷ് കോൺട്രാക്റ്റ്. പ്ലഡ്ജ് ക്യാൻ ബി ഡൺ വിത്ത് ഡാഷ് ഗുഡ്സ്. ഷുവർട്ടീസ് ഹാസ് ദ ഡാഷ് ലയബിലിറ്റി.
A minor is a person who has not attained at the age dash. Consideration must move at the desire of dash. The Indian Contract Act came into force on dash. Liability of joint promissories dash. The pony has a duty to deliver any dash of the goods pledged. An agreement to do an impossible act is dash. If consideration and objects are unlawful in part, the agreement is dash. An offer has been defined under section dash. ഇതൊക്കെയാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ്. റിപ്പീറ്റ് ആയിട്ട് വന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരിക്കലും മിസ് ചെയ്യരുത്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിവിടെ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. താങ്ക്